മഴ തോരും മുമ്പിലെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആ ശരണ്യാണെങ്കിൽ വീട്ടുകാരതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അലീന ചേച്ചി ജോലിക്ക് ഇരിക്കുന്ന ആ വീട്ടിലെ ആ ചേട്ടൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ശരണ്യയുടെ വീട്ടുകാരാണെങ്കിലും അതിനൊക്കെ തന്നെ ശരണ്യയുടെ വക്കീലൊക്കെ വിചാരിക്കുന്നത് നമ്മൾ അലീനയാണെങ്കിലും നമ്മൾ ശരണ്യയെ സ്വാധീനിച്ചിട്ട് ശരണ്യയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാമെന്നൊക്കെ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ശരണ്യയുടെ വീട്ടുകാരാണെങ്കിൽ വീണ്ടും നമ്മൾ അലീനയുടെ അടുത്ത് പഴയ കണക്ക് ഒരു ദേഷ്യ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും, നമ്മൾ ശരണ്യ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടേ. പിന്നെ അതിന് ബാലേന്ദ്രനാണെങ്കിൽ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അവൾ മൊഴി മാറ്റി പറയണമെങ്കിൽ എൻ്റെ മോനെ ആണെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അവൾ പോലീസിൻ്റെ അടുത്ത് മാത്രമല്ല ഒരു പത്രസമ്മേളനം തന്നെ വിളിച്ച് കൂട്ടണം, അവരുടെ അടുത്തും അവൾ പിന്നെ സത്യം പറയണമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ ഭയങ്കര കടുത്ത തീരുമാനത്തിലൊക്കെ ആണെങ്കിൽ ബാലേന്ദ്രനിലും നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരണ്യയുടെ വക്കീലാണെങ്കിൽ ശരണ്യയെ കാണാൻ വേണ്ടിയൊക്കെ അവിടെ വീട്ടിൽ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ശരണ്യ അടുത്ത് ആണെങ്കിൽ ഇപ്പോൾ അവളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണെന്ന് അറിയാം, പക്ഷേ ആ സ്നേഹമാണെങ്കിൽ അവൾ മുതലെടുത്തിട്ടാണെങ്കിലും മോളെ കൊണ്ട് മൊഴി മാറ്റിയൊക്കെ ചിലപ്പോൾ അവൾ പറയിപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോൾ ഒരിക്കലും മൊഴി മാറ്റി പറയരുതെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ശരണ്യയുടെ വക്കീൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നത് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്